ഹായ്, പള്ളത്ത് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഇന്ന് കാലത്ത് ചായക്ക് നമുക്ക് പുട്ടും കടലയാണ്. അപ്പോൾ നമ്മൾ പുട്ട് എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ഗോതമ്പ് പുട്ടില്ല, വെറൈറ്റി പുട്ട്, ഗോതമ്പ് പൊടിയിലാണ് നമ്മൾ പുട്ടിന് നനയ്ക്കുന്നത്. എന്താ, ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും കൂടി മിക്സാക്കിയിട്ട് നമ്മൾ പുട്ടുണ്ടാക്കണം. അപ്പോൾ കടലയൊക്കെ നല്ലപോലെ കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ പുട്ടിന് നനച്ചെടുക്കുക. ഒരുപാട് വെള്ളം കൂടിയാൽ ഗോതമ്പ് പൊടിയല്ലേ ഒട്ടും. അപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചായിട്ട് കുഴച്ചെടുത്താൽ തന്നെ നല്ലപോലെ പൊടിയൊന്ന് നനഞ്ഞ് ഇതായി വരുള്ളൂ. ഒന്നിച്ച് കൊണ്ടൊഴിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ഒട്ടും കണ്ട, അങ്ങനെ ഉണ്ടയായാൽ നമുക്കൊന്നും പറ്റില്ല. ഗോതമ്പ് പൊടിയല്ലേ, അരിപ്പൊടിയല്ലല്ലോ പെട്ടെന്ന് കുടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്നും അരിപ്പൊടിയിലല്ലേ പുട്ടുണ്ടാക്കുക. അപ്പോൾ നമുക്കിന്ന് ഗോതമ്പ് പൊടിയിലൊന്ന് പുട്ടുണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കാം. നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഗോതമ്പ് പൊടിയിലാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. പുട്ടും കടലക്കറിയും. നിങ്ങൾക്കൊക്കെ എന്താ കാലത്ത് ചായയുടെ കടി? ഇന്ന് ഓരോരുത്തർക്കും ഓരോ ഇതാവും അല്ലേ. ഇന്നലെ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. 1 കിലോ അരി അരച്ച് വെച്ചാൽ കുറേ ദിവസത്തിന് വരും. അപ്പോൾ നമ്മളെന്ത് കാട്ടും, ഇഡ്ഡലി ഉണ്ടാക്കും, ദോശ ഉണ്ടാക്കും, വെള്ളാപ്പം ഉണ്ടാക്കും. അത് കഴിയുന്ന വരെ ഇഡ്ഡലിയും ദോശയൊക്കെ ആവും. ഇടയ്ക്കിടയ്ക്ക് ഇഡ്ഡലിയും ദോശയാവും. കഴിഞ്ഞാൽ പിന്നെ 1-2 ദിവസമൊക്കെ ഇങ്ങനെ ചപ്പാത്തി, പുട്ട്, ദോശ, ഗോതമ്പ് ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കും, പൂരി അങ്ങനെയൊക്കെ. പക്ഷേ പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും അരി വെള്ളത്തിലിട്ടാൽ ഒരു 3-4 ദിവസത്തിന് ഇഡ്ഡലി ദോശ എന്നും ഇഡ്ഡലി ദോശയാവും. കഴിയുന്ന വരെ ഇഡ്ഡലിയും ദോശ, വെള്ളാപ്പം അങ്ങനെയൊക്കെ ആവും. പക്ഷെ നല്ലപോലെ ഉഴുന്നൊക്കെ നല്ലപോലെ കൊണ്ട് അരഞ്ഞ് ഒരു തരി ചോറൊക്കെ ഇട്ടിട്ട് ഒന്നുപോലെ നല്ലപോലെ കൊണ്ട് അരച്ച് ഇതൊക്കെ ആക്കിയാൽ നമുക്ക് വെള്ളാപ്പം നല്ല പോഞ്ച് പോലുള്ള വെള്ളാപ്പവും കിട്ടും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സാധനം ഒട്ടും. തീരെ വെള്ളമില്ലാണ്ട് എടുത്താലും സാധനം കുറ്റിയിൽ നിന്ന് പുട്ട് തള്ളുമ്പോൾ പൊടിഞ്ഞു വരും. ഇപ്പം നമുക്കിതിനെ കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്ക് ചേർക്കാം. കുറച്ച് തേങ്ങയും കൂടി ചേർക്കുമ്പോൾ നല്ല രസമുണ്ടാവും. വെള്ളം തിളച്ചു. ഇനി നമുക്ക് തേങ്ങ ഇട്ടിട്ട് പുട്ടുണ്ടാക്കാം. നമ്മളെല്ലാവർക്കും ഓരോ പുട്ടാണ്. അപ്പോൾ തേങ്ങ പകുതിക്ക് ഇടുന്നില്ല. തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഇടാമല്ലോ. അതിനാണ് തേങ്ങ അതിലേക്ക് ഇട്ടത്. നമ്മൾ അരിയുടെ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ പകുതിക്ക് തേങ്ങയൊക്കെ വെച്ച് ഇപ്പോൾ ഗോതമ്പിൽ നമുക്ക് തേങ്ങ അതിലേക്ക് ചേർത്തിയ കാരണം പകുതി നിറച്ചിട്ട് നമ്മൾ തേങ്ങ അതിലേക്ക് ചേർത്തിയിട്ടില്ല. പുട്ട് വേകട്ടെ. പുട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കറിക്കുള്ളത് നോക്കാം. നമുക്ക് പുട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്കെന്താ ചെയ്യാം, ഇപ്പുറത്തെ അടുപ്പത്ത് കടല കറി വയ്ക്കാൻ നോക്കാം. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ ചൂടായി. ഇനി നമ്മൾ സവാള ഇടുകയാണ്. അതിലേക്ക് 2 ചെറിയ ഈ വെളുത്തുള്ളി ചതച്ച് വെച്ചാണ്, ഒരു ചെറിയ ഇഞ്ചി 1 കഷ്ണം, 2 പച്ചമുളക്, മീഡിയം തക്കാളി. ഇതൊക്കെ നല്ല ആയി വന്നു. നല്ലപോലെ പുട്ട് വേകട്ടെ. അപ്പോഴേക്ക് നമുക്ക് കറിയുടെ ഇതൊക്കെ നല്ല മണം വരും. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി ഇട്ടില്ലെങ്കിൽ നല്ലോണം കാരം ഉണ്ടാവും. പുട്ടിനല്ല ഒരുപാട് ഇതൊന്നും വേണ്ട. അപ്പോൾ നമ്മളൊരു 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അപ്പോൾ നല്ലപോലെ ആയി വരും.
ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയിലൊക്കെ നല്ലപോലെ മണം വരുന്നുണ്ട്. ഇറച്ചിക്കറി വയ്ക്കുന്ന മണം വരുന്നുണ്ട്. നമ്മൾ കടലക്കറി നമ്മൾ പെരുംജീരകപ്പൊടിയാണ് 1 സ്പൂൺ ഇട്ട്, കുറച്ച് കറി മസാല, നല്ലപോലെ അയക്കുന്നത് നല്ലപോലെ ആയി. ഇനി നമുക്ക് നല്ലപോലെ കുതിർത്തി ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച കടലയാണ് ഇനി നമുക്ക് തിരിച്ചരിയാൻ പോകുന്നത്. അപ്പോൾ പുട്ടൊക്കെ നല്ലപോലെ ആയി വന്നു കഴിഞ്ഞ് പുട്ട് നമുക്ക് ഇനി എടുക്കാം. നമ്മുടെ ചെടിയിലുള്ള ഞാനെന്നാ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ ചെടിയിലുള്ള വേപ്പലയാണിത്. അപ്പോൾ ആ വേപ്പല കുറച്ചും കൂടി ചരിഞ്ഞ് നമ്മുടെ കടലയൊക്കെ ഏകദേശം ആയിക്കണം. കടലയൊക്കെ ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേകട്ടെ. അപ്പോൾ കടലയൊക്കെ നല്ലപോലെ മസാലയൊക്കെ ആയി കഴിഞ്ഞു. ഇനി ഈ കടല വേകാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 വിസിൽ വന്നാൽ മതി. ഇനി നമുക്ക് അപ്പോഴേക്കും പുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പുട്ടൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഗോതമ്പ് പുട്ടൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാസറോളിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി കറിയൊക്കെ ആയി വരട്ടെ. ഇനി ബാക്കി പുട്ടും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരെണ്ണം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി പുട്ടും കൂടി നമുക്ക് ഇതിലേക്ക് നിറച്ച് എടുക്കാം. നമ്മൾ പകുതിയിലേക്ക് നിറച്ചിട്ട് പകുതിയിലേക്ക് തേങ്ങ ഇടുന്നില്ല. എന്താണ്, നമ്മൾ തേങ്ങ അതിലേക്ക് നല്ലപോലെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പകുതിയിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് മറ്റേ അരിപ്പുട്ടാവുമ്പോൾ നമ്മൾ തേങ്ങ പകുതി നിറച്ചിട്ട് കഷ്ണം പോലെ തേങ്ങ ഇടും. അപ്പോൾ ഇതിലേക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. എൻ്റെ രീതിയിൽ ഞാൻ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുകയാണ്. ഗോതമ്പ് പുട്ട്, റായിപ്പുട്ട്, അതുപോലെ ഇതരം ചെറിയ ചോളമുണ്ട്. ആ ചോളത്തിലൊക്കെ നമ്മൾ പച്ചരി വെള്ളത്തിലിട്ടിട്ട് അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണ പോലെ അതിലും നമുക്ക് ദോശ ഉണ്ടാക്കാം. ഈ റാഗിപ്പൊടി എന്ന് പറയുമ്പോൾ റാഗിപ്പൊടിയാണ് പുല്ലും പൊടി എന്നൊക്കെ പറയാം. അതിലും നമുക്ക് പുട്ടുണ്ടാക്കാം. ചിരട്ട ഇതേപോലെ പൊടി നനച്ചിട്ട് കുഞ്ഞേ ചിരട്ട എടുത്തിട്ട് നമ്മളിപ്പോൾ ചിരട്ട വേണ്ട, ഇപ്പോൾ വന്നിട്ട് ചിരട്ടയുടെ പകരം ഒരു സ്റ്റീലിൻ്റെ ചിരട്ടപ്പുട്ട് പോലെ ഉണ്ടാക്കുന്ന സ്റ്റീലിൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, പേരറിയില്ല. ഞങ്ങളൊക്കെ എൻ്റെ ഉമ്മയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു ഇതൊക്കെ കെട്ടിയിട്ട് ആവി കെട്ടിയിട്ട് ഈ ചിരട്ടിയിൽ പുട്ട്, ചെറിയ ചിരട്ടകൾ, എത്ര ഉണ്ടാവും ചിരട്ടകൾ, ഒരാൾക്കൊക്കെ 2 പുട്ട് കഴിക്കണം. അതുപോലെ ചിരട്ടിയിൽ നിറച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ട് കുഴച്ച് നല്ലപോലെ അങ്ങനെ പക്ഷെ പുട്ടും കുട്ടി ചരിഞ്ഞ കാരണം കുറച്ച് പുട്ടങ്ങോട്ട് പോയി. ഇതേ ഗ്യാസിന്റെ ഈ അടുപ്പുണ്ടല്ലോ, ഈ അടുപ്പിന്റെ വട്ടല്ല ഇത്. ഈ അടുപ്പിന്റെ വട്ട് ഇങ്ങനെ കത്തിച്ച് ദവിച്ച് അത് പൊട്ടിപ്പോയി. 2 അടുപ്പ് മാറ്റി. അപ്പൊ ഇത് വേറെയാണ്. അപ്പൊ എന്താവുന്നറിയോ, നമ്മൾ പാത്രം വെക്കുമ്പോ ചില സമയത്ത് ചരിയാറുണ്ട്. എന്താ, ഇതിന്റെ വട്ടല്ല അത്. ഇതിന്റെ വട്ടൊക്കെ ഇങ്ങനെ നാശമായി തുരുമ്പ് പിടിച്ച് പോയപ്പോ ഞങ്ങളിത് വേറെ വട്ട് വെച്ച് കൊടുക്കുക. വേറെ ഗ്യാസിന്റെ അടുപ്പിന്റെ വട്ടാണിത്.
അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിൽക്കണില്ല. നിൽക്കാത്ത കാരണമാണ് ഇടയ്ക്ക് അങ്ങനെ അങ്ങോട്ട് പോകും. പുട്ടുമുറ്റി മാത്രമാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. പിന്നെ ചീനിച്ചട്ടിയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാച്ചുമ്പോഴും പിടിക്കുമ്പോഴും ഒന്നിങ്ങോട്ട് ചരിയും. അപ്പോൾ നമ്മൾ കമ്പിയോ അല്ലെങ്കിൽ തുണി പിടിച്ചിട്ട് നമ്മൾ പിടിക്കണം, അല്ലെങ്കിൽ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയും. കുക്കർ വെക്കുമ്പോഴും തന്നെ ഒറ്റപ്പടക്കൊക്കെ പോകും. കുക്കറൊക്കെ പിന്നെ പതിഞ്ഞിരിക്കും. പക്ഷെ ഇത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് വഴുക്കിയിട്ടേ പെട്ടെന്ന് ഇനിയും ചരിയും തോന്നുന്നുണ്ട്. ഒരെണ്ണം നല്ലപോലെ കിട്ടി, ഇപ്പോൾ അത് വീണ്ടും ചരിയോ എന്തോ അങ്ങനെ. അപ്പോൾ ചിരട്ടപ്പുട്ട് അങ്ങനെ ആവി വെച്ചിട്ട് അതിലൊരു വെള്ള തുണി കെട്ടും, നല്ല വട്ടത്തിലൊരു തുണി കെട്ടിയിട്ട് ഈ ചിരട്ടിയിൽ പുട്ട് നിറച്ചിട്ട് ഇങ്ങനെ വെച്ച് 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 ഇഡ്ഡലി ചെമ്പ് നിറച്ച് വെച്ച പോലെ ഇങ്ങനെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് എൻ്റെ ഉമ്മ വേവിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിരട്ടപ്പുട്ട്. എൻ്റെ ചെറിയ കുട്ടിക്കാലത്ത് കഴിച്ചാണ്, ഇപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ഇല്ലേ ഇല്ല. ഇന്നൊക്കെ വന്നിട്ട് വേറൊരു സാധനത്തിൽ നിറച്ചിട്ട് ഇങ്ങനെ കവത്തി കൊടുത്താൽ പുട്ടായി. ഈ പുട്ടല്ല, അങ്ങനത്തെ ഒരു പുട്ട്. അന്ന് അതൊന്നുമില്ല, അന്നൊക്കെ ചിരട്ടയിലാണ്. നല്ല ചിരട്ടയുടെ മണവും ആ പുട്ടും എന്തൊരു ടേസ്റ്റാണ് നെല്ലുകുത്തി അരിയിൽ പുട്ടുണ്ടാക്കുമ്പോൾ. ഇപ്പൊക്കെ നമ്മൾ പേടിയെന്നൊക്കെ മേടിക്കല്ലേ. അന്നൊക്കെ കൊയ്ത് വന്നാൽ പച്ചനെല്ലൊക്കെ ഉണക്കിയിട്ട് പച്ചരിയൊക്കെ എടുത്ത് അതിന് നനച്ച് ഇടിച്ച് അന്ന് ഒരലമ്മലൊക്കെ ഇട്ടിട്ട് ഇടിക്കണം. അങ്ങനെ ഇടിച്ച് വറുത്ത് വെച്ചാൽ ഇങ്ങനെ മദ്രസ വിട്ടിട്ടൊക്കെ വരുമ്പോൾ ഉമ്മ പുട്ട് ഇങ്ങനത്തെ പുട്ടല്ല, ചിരട്ടപ്പുട്ട്. ഇതിന് കൊളാപ്പുട്ട് എന്നും പറയും. പുട്ട് എന്നും പറയും, കൊളാപ്പുട്ട് എന്നാ പറയുക. ഞങ്ങളൊക്കെ ഇത് കൊളാപ്പുട്ട് എന്നാ പറയുക. മറ്റേതാണ് പുട്ട് എന്ന് പറയുക. മറ്റേ ഇഡ്ഡലി എന്ന് പറയും. അങ്ങനെ അപ്പോൾ പുട്ടിൻ്റെ കഥയാണ്. അപ്പോൾ റാഗിയിലും പുട്ടുണ്ടാക്കാം നമുക്ക്. അങ്ങനത്തെ ഒരു ചിരട്ടപ്പുട്ട് പോലെ അതുണ്ടാക്കാം. ഇങ്ങനത്തെ പുട്ടുണ്ടാക്കാം, പിന്നെ ദോശ ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം. റാഗിയിൽ നല്ലതല്ലേ. അതുപോലെ അതിൽ തന്നെ ചേർന്നിട്ട് കുറേ എന്തൊക്കെയോ ചോളമൊക്കെ ഉണ്ട്, ഇങ്ങനെ പൊരി പോലുള്ള ചോളങ്ങൾ. പിന്നെ എന്തിനാ ചാമ, അങ്ങനെയൊക്കെ ഉണ്ട്. അതിലൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അതിന് പേരൊന്നും നമുക്കറിയില്ല. പിന്നെ എന്താ ചാമാന്ന എന്തൊക്കെയോ പറയും. അങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതൊരു ചാമയാണോ എന്തോ ഒരു പേര്, ചാമ ചാമക്കഞ്ഞി എന്നൊക്കെ, ചാമക്കഞ്ഞി കുടിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ കഴിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന സാധനം ഞാൻ താറാവിന് കൊടുത്ത് തീർത്തു. അങ്ങനെ അതിലൊക്കെ ഉണ്ടാക്കാം. അതിലൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ആട്ടുകല്ലുമിട്ട് ആട്ടിയിട്ടാണ് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുക അവിടെ. ഞാൻ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. എനിക്കൊരു ചെറിയ ഓർമ്മ. അതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ മൂരിയും പശുവും ആടും ഇഷ്ടം പോലെയാ. അപ്പം അതൊക്കെ ഇങ്ങനെ മേടിക്കും. തട്ട് എന്നൊക്കെ പറയാ, ചോളത്തട്ട് എന്നൊക്കെ പറയാം. അപ്പം അത് ചോളത്തിൻ്റെ മേലേക്ക് ഒരു ഇത്ര പോകുന്നൊരു ഇതൊക്കെ ഉണ്ടാവും. അതിൻ്റെ മണി കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് ദോശയൊക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചെറുപ്പത്തെ. ഇന്നത്തെ മക്കൾക്കൊന്നും അത് അറിയില്ല. ഇന്നത്തെ മക്കൾക്ക് പുട്ട് കണ്ടില്ല, ഇതിലാണ് പുട്ട്. അന്നൊന്നും പുട്ടില്ല. അന്ന് പുട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളെ പുട്ട് ചിരട്ടപ്പുട്ടാണ്. ഇന്നത്തെ മക്കൾക്ക് ചിരട്ടപ്പുട്ട് എന്താ അമ്മാന്ന് ചോദിക്കും. അങ്ങനത്തെ കഥ. അപ്പം ഇന്ന് നമ്മളെ ഗോതമ്പ് പുട്ടാണ്. ഗോതമ്പ് പുട്ടൊക്കെ ഇടയ്ക്ക് തിന്നാൻ നല്ലതാ. എന്നും ചപ്പാത്തി, ദോശ, പൂരിയൊക്കെ അല്ലേ. അപ്പോൾ പുട്ടൊക്കെ നല്ലതാ. പുട്ട് കടലയൊക്കെ ഉണ്ടെങ്കിൽ, പുട്ട് കടല പഴം അതുപോലെ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ ഒരു നേരം അതും പോകും. കടല ഉണ്ടെങ്കിൽ കടല കൂട്ടിയിട്ട് പുട്ട് കഴിക്കുക, അങ്ങനെയൊക്കെ പോകും. കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. പുട്ട് ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയാലൊക്കെ ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടം, നമുക്കൊക്കെ ഇഷ്ടമാണ്. രണ്ടാമത്തെ പുട്ടും ആവി വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അത് എടുക്കേണ്ട നേരം തന്നെ ഉള്ളു. അപ്പോൾ കറക്റ്റായിട്ടൊരു 3 കുറ്റി ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നമ്മൾ പുട്ട് കഴിക്കാൻ പോവാണ്. പുട്ടൊക്കെ നല്ലപോലെ ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു വേണ്ട ഗോതമ്പ് പുട്ടൊക്കെ. അപ്പോൾ നമ്മൾ എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ നമ്മൾ അവരെയൊന്നും കാത്തിരിക്കില്ല എന്നല്ല, ആൾ ഇപ്പം ഇല്ല, ആൾ പുറത്തേക്ക് പോയിക്കാണ്. ആൾ വരുന്നവരെ കാത്തിരുന്നാൽ 10 മണിയൊക്കെ ആകും. അപ്പോൾ നമുക്ക് വിശന്നിട്ട് വയ്യ. അപ്പം ഞാൻ കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുട്ടുകറിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാത്തവർ ഗോതമ്പ് പുട്ടിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് വയ്ക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇറച്ചിക്കറിയുടെ മണമുണ്ട്, കടലക്കറി. അപ്പോൾ ഗോതമ്പ് പുട്ടും നമ്മുടെ കടലക്കറിയും അടിപൊളിയായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് കമൻറ്റിൽ അറിയിക്കണേ. ഇന്ന് നിങ്ങൾക്ക് എന്താ ചായയുടെ കടി അതും കൂടി കമൻറ്റിൽ അറിയിക്കണേ. ആരും കമൻറ്റിൽ അറിയിക്കണില്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ആരും അറിയിച്ചിട്ടില്ല. എന്തായാലും പ്രാവശ്യം നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നമ്മൾ
കഴിക്കാനിട്ടാ. അപ്പം സൂപ്പർ. അപ്പോൾ ഇതുപോലെ ഇനിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താം. ഇൻഷാ അല്ലാഹ്. ഹായ്.